നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്കാണ്. ഇസ്രയേൽ ഇപ്പോൾ ഗസയിലേക്ക് നടത്തിയിരിക്കുന്ന ഈ അറ്റാക്കിന് ശേഷം യമൻ ബേസ് ചെയ്തിട്ടുള്ള ഹൂതികൾ ഇപ്പോൾ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. അതായത് ഇസ്രയേലി നഗരങ്ങളെ വിറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത്. 2 മാസത്തിനിടെ ഹൂതികൾ നടത്തുന്ന ഏറ്റവും വലിയ അറ്റാക്കാണ്. അതായത് ഇറാൻ ബാക്ക് ചെയ്യുന്ന, ഇറാൻ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഹൂതികൾ ഈ ഒരു 2 മാസത്തിനിടെ ഇസ്രയേലിലേക്ക് നടത്തുന്ന ആദ്യത്തെ അറ്റാക്കാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഈ ഹൂതികൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് IDFന്റെ തന്നെ, അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ തന്നെ ഒരു കേന്ദ്രമുണ്ട്. അതായത് നവാട്ടിംഗ് എയർ ബേസ് എന്ന് പറയുന്ന ഒരു ബേസ് ഉണ്ട്. ഈ ഒരു ബേസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടിരിക്കുന്നത്. പാലസ്തീൻ 2 എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പോൾ ഹൂതികൾ ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹൂതികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ വളരെയധികം അത്യാധുനികമായിട്ടുള്ളതായിരിക്കാം. അതിനാൽ തന്നെ ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ തടുത്തിടുക എന്ന് പറയുന്നത് വളരെയധികം കഠിനമായൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇസ്രയേൽ പറയുന്നത് ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ അവർ കണ്ടെത്തി നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന് തോന്നുന്നു. അതിനിടെ അമേരിക്കൻ കപ്പലുകൾക്ക് മേലെയും ഹൂതികൾ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഹൂതികൾ എയിം ചെയ്തിരുന്നത് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയറിനെയാണ്. അതുപോലെ തന്നെ നിരവധി കപ്പലുകളെ, അമേരിക്കൻ കപ്പലുകളെയും ഹൂതികൾ ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അതായത് അമേരിക്കക്കെതിരെ നടന്ന ഈ ഒരു അറ്റാക്കിനെ കുറിച്ച് അമേരിക്ക ഇതുവരെ യാതൊരുവിധ പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനിടെ എയർ കാനഡ എന്ന് പറയുന്ന ആ ഒരു എയർലൈൻസ് അവരുടെ ഒരു ഭൂപടത്തിൽ നിന്ന് ഇസ്രയേലിനെ അങ്ങ് മാറ്റിയിട്ട് അവിടെ പാലസ്തീനിയൻ ടെറിട്ടറി എന്ന് കൊടുത്തത് വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു. അതായത് നമ്മൾ വിമാനത്തിനുള്ളിൽ കാണുന്ന ആ ഒരു ഭൂപടമില്ലേ, ആ ഒരു ഭൂപടത്തിലാണ് അവർ ഇസ്രയേലിന് പകരം അവിടെ പാലസ്തീനിയൻ ടെറിട്ടറി എന്ന് കൊടുത്തത്. എന്നാൽ അതിനുശേഷം ഈ എയർ കാനഡ ക്ഷമാപണം നടത്തിയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. അതിനിടെ ഇസ്രയേൽ ഗസയിൽ നടത്തിയ ആക്രമണം വളരെ വലിയൊരു ആക്രമണമാണ് ഇസ്രയേൽ ഗസയിൽ നടത്തിയത്. അതിനെതിരെ ഇസ്രയേലിന്റെ അകത്ത് തന്നെ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. അതായത് അവരുടെ പ്രധാന ആശങ്ക എന്ന് പറയുന്നത് ഇനിയും തടവുകാരെ വിട്ടുകിട്ടാനുണ്ട്. ഇനി അവരുടെ കാര്യം എന്താകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. ഏകദേശം 59 തടവുകാരാണ് ഇപ്പോഴും ഇസ്രയേലിന് വിട്ടുകിട്ടാനായിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരം ഒരു അറ്റാക്ക് ഇസ്രയേൽ ഈ ഗസയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഇസ്രയേൽ ഗസയിൽ നടത്തിയിരിക്കുന്നത്. അതിനെതിരെ നിരവധി രാജ്യങ്ങൾ അതിനെതിരെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ. ഇസ്രയേൽ നടത്തിയ ആക്രമണം തെറ്റായ ദിശയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മധ്യസ്ഥ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം ഒരു അറ്റാക്ക് ഉണ്ടായതിനെ അദ്ദേഹം തീർച്ചയായിട്ടും, അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഇതിനെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ജോർദാൻ രാജാവുമായിട്ട് നടന്നൊരു കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതിനിടെ ഇറാന്റെ ഒരു റിയാക്ഷൻ ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. അതായത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 400ഓളം പേരാണ് മരിച്ചു വീണത്. അതിനുത്തരവാദി അമേരിക്കയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത്. ശക്തമായ ഭാഷയിലാണ് ഇറാൻ ഈ ഒരു ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത്. ഇറാന്റെ തന്നെ ഫോറിൻ മിനിസ്ട്രി സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ഇസ്മയിലാണ് ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ഇസ്രയേൽ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുന്നതിന് മുമ്പ്, അതായത് ഗസയിൽ അറ്റാക്ക് നടത്തുന്നതിന് മുമ്പ് അമേരിക്കയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ന്യൂസ് ഏജൻസി, അത് ഫോക്സ് ന്യൂസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടെ അമേരിക്കയുടെ തന്നെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള UK, ബ്രിട്ടനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലും ഹമാസും ചർച്ചകളിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ്. അവർ തീർച്ചയായിട്ടും ചർച്ചകളിലേക്ക് വന്നിട്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ബ്രിട്ടനും പ്രതികരിച്ചിരിക്കുന്നത്.